ഹലോ മക്കളെ, ഈ ഒരൊറ്റ വീഡിയോ മതി 3 ലോസുകളും 3 നിയമങ്ങളും നമുക്ക് ഭംഗിയായിട്ട് പഠിക്കാം. അപ്പൊ എല്ലാവർക്കും എജുപോർട്ടിന്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. എല്ലാവരും ക്രിസ്മസ് പരീക്ഷയുടെ ഒക്കെ തിരക്കിലായിരിക്കും. ആ തിരക്കിലേക്ക് നിങ്ങളുടെ നല്ലൊരു മാർക്കിന് വേണ്ടിയിട്ട് അടുത്തൊരു കിടിക്കാച്ചി ടോപ്പിക് നമ്മൾ അവതരിപ്പിക്കുകയാണ്. ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് നിയമമായിട്ട് ബന്ധപ്പെട്ട ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, ഏത് നിയമമായിക്കോട്ടെ അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ബോയിൽസ് ലോ ആണ്. ബോയിൽസ് ലോ അല്ലെങ്കിൽ ബോയിൽ നിയമം. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാനൊന്ന് വിശദീകരിക്കുകയാണ്. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, വിട്ടുപോകാൻ പാടില്ല. ബോയിൽ നിയമത്തില് സ്ഥിരമായിരിക്കുന്നത് ആര്? ഇതാണ് ഒന്നാമതായിട്ട് പഠിക്കേണ്ടത്. ഒന്നും നോക്കാനില്ല, ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കണം. ഓക്കെ, ഇനി ബോയിൽ നിയമത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? V is inversely proportional to pressure. V എന്ന് പറയുന്നത് Pക്ക് വിപരീത അനുപാതമാണ്. എന്ന് പറഞ്ഞാൽ V കൂടുന്ന സമയത്ത് P കുറയുന്നു, V കുറയുന്ന സമയത്ത് P കൂടുന്നു. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. V എന്ന് പറഞ്ഞാൽ വോളിയം അഥവാ വ്യാപ്തം, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ അഥവാ മർദ്ദം. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്, ഗണിത രൂപമാണ് PV is equal to constant. പഠിച്ചേക്കണടാ മക്കളെ. PV is equal to constant അഥവാ PV is equal to സ്ഥിര സംഖ്യ. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ഒരു മാർക്കിനൊക്കെ ചോദിച്ചേക്കാം PV is equal to constant അല്ലെങ്കിൽ PV is equal to സ്ഥിരസംഖ്യ എന്ന് പറയുന്നത് ഏത് നിയമമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പം എഴുതാൻ പറ്റണം ബോയിൽ നിയമം. പഠിച്ചേക്കണടാ മക്കളെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇക്വേഷനോട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. P1 V1 is equal to P2 V2. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? ഈ ഇക്വേഷൻ പഠിക്കുക. ഇത്രയും ഡീറ്റെയിൽസുകളാണ് നിങ്ങൾ ഈ ഒരു നിയമത്തിൻ്റെ അകത്ത് നിങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇനി എക്സാമ്പിൾസുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അക്വേറിയത്തിൻ്റെ അകത്തുള്ള എയർ ബബിൾസ്, വായു കുമിളകൾ മുകളിലേക്ക് പോകുന്നതോറും വലിപ്പം കൂടുന്നു. കാരണം എന്താണ്? അതിന് കാരണം വെള്ളത്തിന്റെ അടിഭാഗത്ത് പ്രഷർ കൂടുതലാണ് അല്ലെങ്കിൽ മർദ്ദം കൂടുതലാണ്. മർദ്ദം കൂടുമ്പോൾ എന്ത് കുറയും? അതിന്റെ ബബിൾസിന്റെ വോളിയം കുറയും അഥവാ വ്യാപ്തം കുറയും. ഇനി വെള്ളത്തിന്റെ മുകൾ പരപ്പിലേക്ക് വരുമ്പോൾ അവിടെ പ്രഷർ കുറവാണ്, മർദ്ദം കുറവാണ്, അപ്പോൾ അതിന്റെ വോളിയം കൂടും. അതുകൊണ്ടാണ് അക്വേറിയത്തിന്റെ അടിഭാഗത്തെ വെള്ളത്തിന്റെ വലിപ്പം കുറവും മുകളിലേക്ക് വരുമ്പോൾ കൂടുതലുമാണ്. ഇതിന് കാരണം എന്താണ്? അടിഭാഗത്ത് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, അല്ലെ? അടിഭാഗത്ത് ഭയങ്കര പ്രഷർ ആയിരിക്കും, അപ്പൊ അതിന്റെ വോളിയം അഥവാ വ്യാപ്തം വലിപ്പം കുറയും. എന്നാൽ വെള്ളത്തിന്റെ മുകൾ ഭാഗത്തെത്തുമ്പോൾ എന്താണ്? ഇവിടെ പ്രഷർ കുറവാണ്, അപ്പൊ ഇതിന്റെ വോളിയം കൂടും, വലിപ്പം കൂടും. ഈ ഒരൊറ്റ കാര്യം ഓർത്ത് വെക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളൊരു ഗ്രാഫ് പഠിക്കാനുണ്ട്. ആ ഗ്രാഫ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. ആ ഗ്രാഫ് ഇങ്ങനെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഇതാ നോക്കൂ, ഇങ്ങനെ ഒരു ഗ്രാഫ്. എക്സ് ആക്സിസിൽ ഏത് വരും എന്നറിയോ? പ്രഷർ വരും, വൈയിൽ വോളിയം വരും. അപ്പൊ ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. നോക്കൂ, ഇങ്ങനൊരു സാധനമാണ് വരിക. ഈ ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബോയിൽ നിയമമായിട്ട് ബന്ധപ്പെട്ടാന്ന് മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കും? ഇതിനകത്ത് വിയും പിയും ഉണ്ട്. വിയും പിയും വന്നാൽ ഉറപ്പാണ് ബോയിൽ നിയമമാണ്. മക്കളെ പഠിച്ചു വെക്കുക. വിയും പിയും വന്നാൽ ഇതാണ് നമ്മളെ കോഡ്. വിയും പിയും വന്നാൽ ബോയിൽ നിയമം. വട്ടപ്പറമ്പിൽ ബാബു എന്നോർക്കുക. വിയും പിയും എവിടെ വന്നോ അത് ബോയിൽ നിയമമായിരിക്കും. സെറ്റ് ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബോയിൽ നിയമമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാം. ഇനി രണ്ടാമതായിട്ട് വരുന്നു ചാൾസ് ലോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ചാൾസ് ലോയില് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, ചാൾസ് ലോയില് ആരാണ് സ്ഥിരം? ബോയിൽ നിയമത്തിൽ ടെമ്പറേച്ചർ ആണെങ്കിൽ ചാൾസ് നിയമത്തിൽ പ്രഷർ ആണ്, മർദ്ദമാണ് സ്ഥിരമായിട്ട് വരുന്നത്. തമ്മിലുള്ള റിലേഷൻ V is directly proportional to T. അല്ലെ? V കൂടുമ്പോൾ T കൂടുന്നു, V കുറയുമ്പോൾ T കുറയുന്നു. അല്ലെ? ഇത് നേരനുപാതമാണ്. അല്ലെ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു കോൺസ്റ്റന്റ് ആണ് V/T is equal to constant. പഠിച്ചേക്കണടാ മക്കളെ. V/T is equal to constant. അല്ലെ? എല്ലാം VT കൊണ്ടുള്ള കളിയാ. ഇവിടെ കംപ്ലീറ്റ് PV കൊണ്ടുള്ള കളി. ഞങ്ങൾ നോക്കി, ഇവിടെ കംപ്ലീറ്റ് PV. PV എവിടെ നോക്കിയാലും PV. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിയും വിയും വന്നാൽ ബോയിൽ നിയമം. ഇനി ഇവിടെ കംപ്ലീറ്റ് കളി ആരുമായിട്ടാ? VT കണ്ടോ? V/T is equal to സ്ഥിരസംഖ്യയാണ്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് V1/T1 is equal to V2/T2. മക്കളെ നോക്കണം, എല്ലായിടത്തിലും VT അല്ലെ? നേരത്തെ കംപ്ലീറ്റ് VP അല്ലെ? ഇവിടെ കംപ്ലീറ്റ് VT. റെഡിയാണല്ലോ മക്കളെ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു എക്സാമ്പിൾ പറയാനുള്ളത് എന്താണ്? നമ്മളിപ്പോ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ വെയിലത്ത് വെക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകുന്നു. എന്തുകൊണ്ടാ? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത്
അല്ലെ? ചൂട് കൂടുന്ന സമയത്ത് അതിന്റെ വോളിയം കൂടും അല്ലെ? ഇപ്പൊ നമ്മളൊരു ഊതി ഉറപ്പിച്ച ഒരു ബലൂണ് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ വന്നുകൊണ്ട് കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ബലൂണിന്റെ വോളിയം കൂടും, അപ്പം അത് പൊട്ടിപ്പോവും. സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഗ്രാഫ് വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ ഒരു ഗ്രാഫ് തരും കേട്ടോ. ആ ഗ്രാഫിന്റെ എക്സ് ആക്സിസിൽ ഏത് വരും? ടെമ്പറേച്ചർ വരും. വൈ ആക്സിസിൽ വിയും വരും. അപ്പൊ ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഒരു സാധനമാണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മക്കളെ വിയും ടിയും കണ്ടാൽ ചാൾസ് ലോ, വിയും ടിയും കണ്ടാൽ ചാൾസ് ലോ അഥവാ ചാൾസ് നിയമമാണ്. ഓക്കെ, അപ്പൊ പഠിച്ചേക്കാം. വിയും ടിയും വന്നാൽ ചാൾസ് ലോ. നിങ്ങൾ ഓർക്കുക, കേബിൾ ടി വി കേട്ടോ. നേരത്തെ നമ്മൾ പഠിച്ചത് വട്ടപ്പറമ്പിൽ ബാബു, ഇവിടെ പഠിക്കുന്നത് കേബിൾ ടി വി അല്ലെ? കേബിൾ ടി വി. ഓക്കെ, ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ ചാൾസ് ലോ ആയി. ഇനി മൂന്നാമതായിട്ട് വരുന്നു ഏത് മകളെ? അവഗാഡ്രോസ് ലോ അല്ലെ? അഥവാ അവഗാഡ്രോ നിയമം. അവഗാഡ്രോ നിയമമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഇതിന്റെ അകത്ത് ആരൊക്കെയാണ് സ്ഥിരമായിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിയും പിയുമാണ് സ്ഥിരമായിട്ട് വരിക. നേരത്തെ നോക്കുങ്ങൾ, ബോയിൽ നിയമത്തിൽ ടി, ചാൾസ് നിയമത്തിൽ പി, അവഗാഡ്രോ നിയമത്തിൽ അത് രണ്ടും കൂടി കൂട്ടി അങ്ങ് പറയാം. അതായത് ബോയിൽ നിയമത്തിൽ ടിയും ചാൾസ് നിയമത്തിലെ പിയും കൂടി കൂട്ടിയിട്ട് ടി പി അല്ലെ? ഇതിന്റെ അകത്തുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. വി കൂടുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾ കൂടുന്നു, വി കുറയുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾ കുറയുന്നു. അഥവാ വ്യാപ്തം കൂടുമ്പോൾ തന്മാത്രയുടെ എണ്ണവും കൂടുന്നു, വ്യാപ്തം കുറയുമ്പോൾ തന്മാത്രയുടെ എണ്ണം കുറയുന്നു. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ബലൂൺ വീർപ്പിക്കാം. ബലൂണിന്റെ അകത്തേക്ക് നമ്മൾ വീർപ്പിക്കുന്ന സമയത്ത് നമ്മൾ വായു തന്മാത്രകൾ, വായു മോളിക്യൂൾസ് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ? ഇങ്ങനെ നൽകുമ്പോൾ നമ്മളെ എയർ മോളിക്യൂൾ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വായു തന്മാത്രകൾ അല്ലെങ്കിൽ എയർ മോളിക്യൂൾസ് ഇങ്ങനെ കൂടും. അതിനനുസരിച്ച് എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതിൻ്റെ അകത്തുള്ള എയർ മോളിക്യൂൾസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ വോളിയം കൂടും. അതിങ്ങനെ വീർത്ത് വരും അല്ലെ? റെഡി? ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വി ബൈ എൻ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. വി ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ബൈ എൻ എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയാണ്. നോക്കണം മക്കളെ, ഇതിനകത്ത് കംപ്ലീറ്റ് വി എൻ ഇതിന്റെ അകത്താണെങ്കിൽ വി ടി ഇതിനകത്ത് വി പി അല്ലെ? ഇവിടെ നമ്മൾ വട്ടപ്പറമ്പിൽ ബാബു പറഞ്ഞു, ഇവിടെ നമ്മൾ കേബിൾ ടി വി പറഞ്ഞു. ഇവിടെ നമുക്ക് പറയാനുള്ളത് അവൻ അല്ലെ? അവഗാഡ്രോ നിയമത്തില് വിയും എന്നുമാണ് കേട്ടോ. 3 കോഡുകൾ ഓർത്തുക. വട്ടപ്പറമ്പിൽ ബാബു, അതൊന്നെ കേബിൾ ടി വി, അവൻ. ഈ 3 കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് 3 നിയമങ്ങൾ നമ്മൾ പഠിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ അറിയാത്ത ആളുകൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലങ്ങളും നമ്മൾ ഇന്നത്തെ ലൈവിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈവിൽ നിങ്ങളെ കൂട്ടുകാരന്മാരെയും കൂട്ടി കറക്റ്റ് സമയത്തിന് എത്തിച്ചേരുക. അടിപൊളിയായിട്ട് പഠിക്കാം. വീണ്ടും കാണാം. ഗുഡ് ബൈ.